നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്ന പ്രവാസികളെ കണ്ടെത്തി നാടുകടത്തുന്നതിന്റെ ഭാഗമായി അധികൃതർ നടത്തുന്ന പരിശോധനകൾ തുടരുകയാണ്. ദിനംപ്രതി പരിശോധനകൾ ഇത്തരത്തിൽ നടത്തുന്നുണ്ട്. ആഴ്ചതോറുമാണ് പിടിയിലായവരുടെയും നാടുകടത്തപ്പെട്ടവരുടെയും വ്യക്തമായ കണക്കുകൾ അധികൃതർ പുറത്തുവിടാറ്. ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പ്രവാസികളുടെ താമസ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഏജൻസികൾ നടത്തിവന്ന റെയ്ഡുകളിൽ വിവിധ നിയമലംഘനങ്ങളുടെ പേരിൽ 11,614 പ്രവാസികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകളിൽ വ്യക്തമാക്കുന്നു. മെയ് 25 മുതൽ 31 വരെയുള്ള ഒരാഴ്ച പിടിയിലായവരുടെ കണക്കുകൾ സൗദി ആഭ്യന്തര മന്ത്രാലയമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. താമസ വിസ, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച് അനധികൃതമായി രാജ്യത്ത് താമസിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സുരക്ഷാ ഏജൻസികൾ നടത്തിയ തിരച്ചിലാണ് ഇത്രയും പേർ പിടിയിലായത്. ഇതിനു പുറമെ വിവിധ നിയമലംഘനങ്ങൾക്ക് നേരത്തെ പിടികൂടപ്പെട്ട് ഡീപ്പോർട്ടേഷൻ കേന്ദ്രങ്ങളിൽ കഴിയുകയായിരുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെ 6,356 പ്രവാസികളെ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സൗദിയിൽ നിന്ന് നാടുകടത്തിയതായും സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ രാജ്യത്തെ നാടുകടത്തൽ കേന്ദ്രങ്ങളിൽ ഇന്ത്യക്കാർ അടക്കം 28,927 പ്രവാസികൾ നടപടികളും കാത്ത് കഴിയുന്നുണ്ടെന്നും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇവരിൽ 24,134 പേർ പുരുഷന്മാരും 4,793 പേർ സ്ത്രീകളുമാണ്. ഇവരുടെ നിയമലംഘനങ്ങളുമായും യാത്രയുമായും ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ഡീപ്പോർട്ടേഷൻ കേന്ദ്രങ്ങളിൽ നിന്ന് നാടുകളിലേക്ക് പറഞ്ഞയക്കും. വിസ കാലാവധി അവസാനിച്ച ശേഷം അത് പുതുക്കുകയോ മറ്റൊരു തൊഴിലിലേക്ക് മാറുകയോ ചെയ്യാതെ രാജ്യത്ത് തുടരുക, വിവിധ കേസുകളിൽ അകപ്പെടുക, തൊഴിൽ വിസകളിൽ അല്ലാതെ വിസിറ്റ്, ടൂറിസ്റ്റ്, തീർത്ഥാടന വിസകളിൽ വന്ന നിശ്ചിത കാലാവധിക്ക് ശേഷം തിരികെ പോവാതെ രാജ്യത്ത് തുടരുക, യഥാർത്ഥ തൊഴിലുടമയുടെ കീഴിലല്ലാതെ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുക, വിസയിൽ പറഞ്ഞതല്ലാത്ത ജോലിയിൽ ഏർപ്പെടുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്കാണ് ഇത്രയും പേർ ഒരാഴ്ചക്കിടയിൽ പിടിയിലായത് എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ ഏറ്റവും കൂടുതൽ അറസ്റ്റിലായത് താമസ വിസ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ലംഘനങ്ങളുടെ പേരിലാണ് എന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച 654 പേരും അറസ്റ്റിലായവരിൽ ഉൾപ്പെടും. ആവശ്യമായ വിസയോ മറ്റ് രേഖകളോ ഇല്ലാതെ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് ഇവർ പിടിയിലായത്. അതിനിടെ ആവശ്യമായ രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്തിന് പുറത്തു കടക്കാൻ ശ്രമിക്കവേ 44 പേരെയും അതിർത്തി രക്ഷാസേന കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്തു. രാജ്യത്ത് വിസയില്ലാതെ കഴിയുന്നവർക്ക് താമസം ഒരുക്കി നൽകുകയും തൊഴിൽ വിസയില്ലാതെ ജോലിക്ക് നിർത്തുകയും നിയമലംഘകർക്ക് വാഹന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്തതിന് 14 പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.